ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ഒരു കമ്പനിയെ കുറിച്ച് ഏറ്റവും അരച്ച് കലക്കി കുടിക്കുന്നതിനെയാണ് നമ്മൾ സാധാരണ നിലയിൽ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഫണ്ടമെന്റൽ അനാലിസിസ് എന്തിനാണ് ഒരാൾ തീർച്ചയായിട്ടും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഒരു ഓഹരിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കമ്പനിയെ കുറിച്ച് പൂർണ്ണമായിട്ട് പഠിച്ചിരിക്കണമെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രയൊക്കെ അത് പഠിക്കാൻ സമയമുണ്ടോ? നിങ്ങൾ വേറൊരു പ്രൊഫഷനിലാണെങ്കിലോ അതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് അത് പ്രൊഫഷണൽസിന്റെ സഹായം തേടാവുന്നതാണ്. പക്ഷെ പരമാവധി നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്വയം എക്യുപ്ഡ് ആവും. ഇതെല്ലാം തന്നെത്താൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ കരുത്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ രണ്ട് ടേമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഫണ്ടമെന്റൽ അനാലിസിസിൽ ഒരുപാട് ടേംസ് വരുന്നുണ്ട് അല്ലെ? നിങ്ങൾ സാധാരണ നിലയിൽ കേട്ടിട്ടുള്ള വാക്കുകളാണ്. ഒന്ന് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ, പിന്നെ EPS, PE റേഷ്യോ, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയും, പിന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ്, ഇങ്ങനെയൊക്കെയുള്ള പല പല വാക്കുകളുണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റ് എല്ലാം പഠിച്ചു വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പഠിച്ച് എല്ലാം മനസ്സിലാക്കി നമ്മൾ തന്നെ ഒരു അനലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരണം. അതിന് കുറച്ച് സമയം, ഇതുപോലെയുള്ള വീഡിയോ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോകൾ ചെറിയ ചെറിയ വീഡിയോകളാണ്. അത് ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. അതോടെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നല്ലൊരു അനലിസ്റ്റ് ആയിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് ആണെങ്കിലും ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിലും വളരെ മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രാപ്തനാക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഉദ്ദേശം. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റുകൾ ഇടാനും മറക്കരുത്. നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണ് ഇന്ന് പറയാനുള്ളത്. ആ രണ്ട് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ് ആണ്. ആ രണ്ട് ടേംസ് നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് പഠിക്കുന്ന ആള് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് വാക്കുകളിൽ നമുക്ക് ഇന്ന് തുടങ്ങാം. അതായത് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയും. മാർക്കറ്റ് ക്യാപ്പ് കൂടാതെ മറ്റൊരു വാക്കാണ് EPS എന്ന് പറയുന്നത്. ഈ രണ്ട് വാക്കുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള ആദ്യത്തെ ടേം പഠിക്കാം. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് മാർക്കറ്റ് ക്യാപ്പ്. അതായത് ഒരു കമ്പനിയുടെ മൊത്തം വിപണി മൂല്യം, മാർക്കറ്റിലുള്ള അതിന്റെ മൂല്യം എത്രയാണ്, ആകെ എത്രയാണ് എന്നുള്ളതാണ് ഈ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള, മാർക്കറ്റിലുള്ള ആ കമ്പനിയുടെ ഓഹരികൾ അത്രയും, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡ്, അതിനെ നമുക്ക് അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അതായത് ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ 10 ലക്ഷം ഷെയർസ് മാർക്കറ്റിലുണ്ടെന്ന് വിചാരിക്കും. ഒരു ചെറിയ തുകയാണ് ഞാൻ പറഞ്ഞത്, നമ്പറാണ് ഞാൻ പറഞ്ഞത്. 10 ലക്ഷം ഓഹരികൾ ആ കമ്പനിയുടേതായിട്ട് മാർക്കറ്റിലുണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് അപ്പോ 100 രൂപയാണ്. ഒരു ഓഹരിക്ക് 100 രൂപയാണെന്ന് വിചാരിക്കും. അപ്പൊ 10 ലക്ഷം ഇൻറ്റു 100, 10 കോടി എന്ന് കിട്ടും. അപ്പൊ 10 കോടിയാണ് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ആ 10 കോടി ഉണ്ടെങ്കിൽ വിപണിയിലുള്ള, അത് ഇഷ്യൂ ചെയ്തിട്ടുള്ള, കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള വിപണിയിലുള്ള മൊത്തം ഓഹരികൾ വേണമെങ്കിൽ മേടിക്കാം അല്ലെ? അപ്പൊ അതാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്, വിപണി മൂല്യം എന്ന് പറയും. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതായത് ലാർജ് ക്യാപ്പ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ, ലാർജ് ക്യാപ്പ് ഷെയർസ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് ഓഹരികൾ എന്ന് കേട്ടിട്ടുണ്ട്, സ്മോൾ ക്യാപ്പ് ഓഹരികൾ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതെല്ലാം ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ഷെയർസിലാണ് അവർ മുടക്കുന്നത്, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിലാണ്, അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് ഷെയർസിലാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ടേംസ് ആണിത്. എന്താണ് ഈ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ലാർജ് ക്യാപ്പ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അതായത് 20,000 കോടി രൂപ, 20,000 കോടി രൂപയുടെ മൂല്യം വിപണിയിലുള്ള അത്രയും ക്യാപിറ്റൽ, അതായത് അതിന്റെ ഇഷ്യൂഡ് ക്യാപിറ്റൽ, അവിടെയുള്ള വിപണിയിലുള്ള ടോട്ടൽ ഷെയർസിനെ അതിന്റെ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഗുണിക്കുമ്പോൾ 20,000 കോടി കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ലാർജ് ക്യാപ്പ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന വിപണിയിലെ വലിയ വലിയ കമ്പനികളില്ലേ, ഇപ്പൊ ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, റിലയൻസ് ഉണ്ട്, L&T ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, ONGC ഉണ്ട്, അങ്ങനെ ITC ഉണ്ട്, വലിയ വലിയ ഷെയർസ്, അതെല്ലാം തന്നെ ലാർജ് ക്യാപ്പ് ഷെയർസിൽ പെടുന്നതാണ്. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം തെരഞ്ഞെടുത്തോളൂ, നിങ്ങൾ കുറച്ച് ലാർജ് ക്യാപ്പ് ഷെയർസിന്റെ പേര്
കമ്പനികൾ സ്വയം ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനിയിപ്പോ മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് ക്യാപ്പ് ഷെയർസ് എന്ന് പറഞ്ഞാൽ മീഡിയം എന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പൊ മിഡ് ക്യാപ്പ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അത് 5000 കോടിക്കും 20,000 കോടിക്കും ഇടയിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളെയാണ് അങ്ങനെ വിളിക്കുന്നത്. അതായത് നമുക്കറിയാം ടാറ്റ കെമിക്കൽസിന്റെ, മണപ്പുറം, അങ്ങനെയൊക്കെയുള്ള കമ്പനികളെല്ലാം ഇപ്പൊ UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കാനറ ബാങ്ക്, അങ്ങനെ പല കമ്പനികളും ഇതിൽ പെടുന്നതാണ് മിഡ് ക്യാപ് ഷെയർസ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് സ്മോൾ ക്യാപ് ഷെയർസിനെ കുറിച്ചും കൂടി പറയണം. അപ്പൊ 20,000 കോടിക്ക് മുകളിൽ വിപണി മൂല്യമുള്ള ഷെയർസിനെ ലാർജ് ക്യാപ്പ് എന്ന് പറയും. 5നും 5000 കോടിക്കും 20,000 കോടിക്കും ഇടയിൽ വരുന്ന മിഡ് ക്യാപ്പ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5000 കോടിക്ക് താഴെ വരുന്ന വിപണി മൂല്യം ഉള്ള കമ്പനികളെയാണ് സ്മോൾ ക്യാപ്പ് കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പൊ തൈറോകോർ ടെക്നോളജീസ്, ബജാജ് കൺസ്യൂമർ, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്ന ഒത്തിരി കമ്പനികൾ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം തന്നെ സ്മോൾ ക്യാപ്പ് ഷെയർസ് ആണ്. നമുക്ക് ഏകദേശം അപ്പൊ ഇനിയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാർക്കറ്റിൽ ഓഹരി വില ഒരെണ്ണത്തിന് 100 രൂപയാണ്. ഒരു കമ്പനിയുടെ ഓഹരിക്ക് 100 രൂപയാണ്. എന്നാൽ മറ്റൊരു കമ്പനിക്ക് 110 രൂപയാണ് ഓഹരിയുടെ വില. അപ്പൊ ഇതിൽ ഏത് കമ്പനിയുടെ 110 ഉള്ളതിനാണോ 100 രൂപയുള്ളതിനാണോ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ക്യാപ്പ് കൂടുതലുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 110 രൂപ മറ്റതിനേക്കാൾ 10 രൂപ വില മാർക്കറ്റിൽ കൂടുതലുള്ള കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ് കുറവാണെങ്കിലോ, നമ്പർ ഓഫ് ഷെയർസിനെ ഈ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഗുണിക്കുമ്പോഴാണല്ലോ മാർക്കറ്റ് ക്യാപ്പ് കിട്ടുന്നത്. അപ്പൊ അതിന് അത്രയും ഷെയർസ് ഇല്ലെങ്കിൽ 100 രൂപ വിലയുള്ള കമ്പനിക്ക് അതിൽ കൂടുതൽ ഓഹരികൾ മാർക്കറ്റിലുണ്ടെങ്കിൽ അതിനായിരിക്കില്ലേ വലിപ്പം കൂടുതൽ. അപ്പൊ മാർക്കറ്റ് ക്യാപ്പ് തിരഞ്ഞെടുക്കുന്ന ഒരിക്കലും ഷെയർ പ്രൈസ് മാത്രം നോക്കിയിട്ടല്ല. അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റ് ക്യാപ്പ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പൊ ഇനി മറ്റൊരു വാക്കാണ് EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. EPS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയും. അതായത് ഒരു കമ്പനിയുടെ മൊത്തം പ്രോഫിറ്റിനെ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് വീതം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഷെയർ ഉള്ള ആൾക്ക് എത്ര കിട്ടും, അതാണ് നമ്മൾ EPS എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഷെയറിന് എത്ര കിട്ടും, എത്ര പ്രോഫിറ്റ് കിട്ടും, അതാണ് EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ് പ്രോഫിറ്റ് എന്നുള്ളത് ആദ്യം തന്നെ അറിയണം. മൊത്തം വരുമാനം നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മൊത്തം വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ല, നെറ്റ് പ്രോഫിറ്റിനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് ടാക്സ് കുറയ്ക്കണം. ടാക്സ് കുറച്ചതിന് ശേഷം പിന്നെ ഇത് വീതം വെക്കുമ്പോൾ ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? അതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് അവർക്ക് നിശ്ചിതമായിട്ടുള്ളൊരു തുക ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അവർക്കുള്ളതും കൂടി കുറയ്ക്കും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് അതും കൂടി കുറച്ച് കിട്ടുന്നതാണ് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ നെറ്റ് പ്രോഫിറ്റിനെയാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്, നമുക്ക് നമ്പർ ഓഫ് ഷെയർസ്, അതായത് മാർക്കറ്റിൽ ഉള്ള ടോട്ടൽ ക്യാപിറ്റൽ കൊണ്ട് നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഒരു ഷെയർ ഹോൾഡർക്ക്, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് എത്ര കിട്ടും കമ്പനിയുടെ വരുമാനം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. എല്ലാ കൊല്ലവും ഒന്നും കമ്പനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ വരുമാനം വീതം വെച്ചൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പൊ ഈ EPS കണ്ടുപിടിക്കാൻ വലിയ ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? അതിനൊന്നും വിഷമിക്കേണ്ട. അതെല്ലാം തന്നെ വെബ്സൈറ്റുകളിലെല്ലാം കിട്ടുന്നതാണ്. EPS എത്രയാണെന്നും PE റേഷ്യോ എത്രയാണെന്നും ഒക്കെ എല്ലാം നമുക്ക് വെബ്സൈറ്റുകളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയേണ്ടത് എന്താ വെച്ചാൽ ഈ സമയത്ത് ചില സമയത്ത് ഈ EPSൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. EPS കുറയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതായത് ടോട്ടൽ നമ്മൾ പറഞ്ഞു നെറ്റ് പ്രോഫിറ്റ്, ടാക്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡും കുറച്ചതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണല്ലോ. അപ്പൊ ആ ഷെയർസിന്റെ നമ്പറിൽ വ്യത്യാസം വന്നാലോ, അതായത് ബോണസ് ഇഷ്യൂ ഒക്കെ വരില്ലേ, 1:1 എന്നൊരു ബോണസ് കൊടുത്തു കമ്പനി എന്നിരിക്കട്ടെ. ഒരു ഷെയർ ഹോൾഡർക്ക് ഒരു ഷെയർ ബോണസ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇരട്ടിയാവും. അപ്പൊ ഇരട്ടിയാവുമ്പോൾ എന്ത് സംഭവിക്കും? വലിയതായി നമ്പർ ഓഫ് ഷെയർസ് കൂടി, അതായത് ഡിനോമിനേറ്റർ കൂടി, അതുകൊണ്ട് ഹരിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ താഴെ കാണുന്ന ഡിനോമിനേറ്റർ ആയിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് കൂടിയാൽ എന്ത് സംഭവിക്കും? ഈ EPS കുറയും. അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്പ്ലിറ്റ് വരും. ചില സമയത്ത് ഷെയർസ് സ്പ്ലിറ്റ് ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. അതായത് 2
രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 1 രൂപയാക്കി മാറ്റി ഫേസ് വാല്യൂ. അപ്പൊ എന്ത്, നമ്പർ ഓഫ് ഷെയർസ് കൂടും. അപ്പോഴും നമ്പർ കൂടിയത് കൊണ്ട് EPS കുറവ് സംഭവിക്കും. എന്നാൽ ഇനി അതിന്റെ ഒരു ഉൾട്ട സിറ്റുവേഷൻ ഒന്ന് ചിന്തിക്കുക, അതിന്റെ എതിർവശം ഒന്ന് ചിന്തിച്ചു നോക്കാം. അതായത് കമ്പനി ചില സമയത്ത് റിവേഴ്സ് സ്പ്ലിറ്റ് നടത്തും. അപ്പോൾ ഫേസ് വാല്യൂ കൂട്ടും, അപ്പോൾ ഷെയർസിന്റെ നമ്പർ കുറയും. അതുപോലെ തന്നെ ഒരു കൺസോളിഡേഷൻ വേണ്ടിയിട്ട് ഷെയർസ് ബൈബാക്ക് നടത്തുന്ന സമയത്തും മാർക്കറ്റിലുള്ള ഷെയർസ് കമ്പനി വാങ്ങിച്ചെടുക്കുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കുറയും. ആ സമയത്ത് EPS കൂടാം. മനസ്സിലായില്ലേ? അപ്പൊ EPS എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. എന്താണ് EPS എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ EPS ചില സമയത്തൊക്കെ വേരിയേഷൻ വരുന്നത് ഇതുപോലെ ചില വർഷങ്ങളിൽ വലിയ വേരിയേഷൻ കാണുകയാണെങ്കിൽ ഇതെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതിനെ വിളിക്കുന്നത് ബോട്ടം ലൈൻ എന്നാണ്. അതൊരു സ്റ്റൈലായിട്ട് സാധാരണ നിലയിൽ പറയുന്നതാണ്. ബോട്ടം ലൈൻ ഇത്തവണ കുറവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ താഴത്താണ് ഈ നെറ്റ് പ്രോഫിറ്റ് സാധാരണ നിലയിൽ കാണുന്നത്. അതുകൊണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൽ ചിലപ്പോൾ മാറ്റം വരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. ബോണസ് റൈറ്റ്സ് അല്ലെങ്കിൽ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലെല്ലാം നമ്പർ ഓഫ് ഷെയർസിൽ മാറ്റം വരും. അത് വരുമ്പോൾ എന്തായിരിക്കും EPS സംഭവിക്കുക? അത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ അക്കൗണ്ട്സിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ EPS-നെ ഡൈല്യൂട്ടഡ് EPS എന്നാണ് വിളിക്കുക. ഡൈല്യൂട്ടഡ് EPS ഉദാഹരണമായിട്ട് നമുക്ക് 2017 ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 10 lakhs ആയിരുന്നു. 10 lakhs ആണ് നെറ്റ് പ്രോഫിറ്റ്. അവരുടെ നമ്പർ ഓഫ് ഷെയർസ് 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ EPS എന്ന് പറയുന്നത് 10 lakhs-നെ 50,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ആണല്ലോ കിട്ടുക. 20 രൂപയാണ് EPS ആയിട്ട് കാണിക്കുന്നത്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അടുത്ത വർഷം 2018 നെറ്റ് പ്രോഫിറ്റ് അല്പം കൂടിയിട്ടുണ്ട്, 15 lakhs. നമ്പർ ഓഫ് ഷെയർസിന് ഒരു മാറ്റവും ഇല്ലാതെ 50,000 തന്നെയാണ്. അപ്പോൾ പക്ഷേ ഒരു കുഴപ്പമല്ല, ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ 2018 1:1 ബോണസ് പ്രഖ്യാപിച്ചു. 2018 ഒരു ഷെയർ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചു ജൂൺ മാസത്തിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? 2018 ഷെയർസ് അപ്പോൾ ഉള്ളവർക്കെല്ലാം നമ്പർ ഓഫ് ഷെയർസ് ഇരട്ടിയാവും അല്ലേ. അപ്പോൾ 50,000 എന്നുള്ളത് എത്രയാവും? 1 lakh ആയിട്ട് മാറും. കമ്പനിയുടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിന്റെ നമ്പർ 1 lakh ആയിട്ട് മാറും. അപ്പോൾ 2018 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 2017 EPS എങ്ങനെ കാണിക്കും? അത് 20 എന്ന് കാണിച്ചാൽ ശരിയാവില്ല. കമ്പാരബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ 10 എന്നേ കാണിക്കുകയുള്ളൂ. കാരണം 10 lakhs-നെ 1 lakh കൊണ്ട് 10 lakhs ആയിരുന്നല്ലോ അന്നത്തെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റിന് ഇപ്പോഴത്തെ 1 lakh ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കും. 2017 EPS 10 ആണെന്ന് കാണിക്കേണ്ടി വരും 2018 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ. അതാണ് ഡൈല്യൂട്ടഡ് EPS എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസും കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും എല്ലാം റെഡീം ചെയ്ത് വരുമ്പോൾ, അത് ഷെയർ ആയിട്ട് വരുമ്പോൾ, ഇക്കൊല്ലം അത് റെഡീം ചെയ്യേണ്ട സമയമാണെങ്കിൽ അതും കൂടി റെഡീം ചെയ്ത് ഷെയർ ആയി എന്ന് കണക്കാക്കിക്കൊണ്ട് വേണം EPS കണക്കാക്കാൻ എന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഡൈല്യൂട്ടഡ് EPS എന്ന് പറഞ്ഞാൽ അതാണ്. നെറ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് EPS കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിൽ തന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ നമ്പർ ഓഫ് ഷെയർസിൽ ചില മാറ്റങ്ങൾ ഇടയ്ക്ക് സംഭവിച്ചേക്കാം. ബോണസ് അതുപോലെ തന്നെ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എല്ലാം റെഡീം ചെയ്ത് വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ കണ്ടു. അതാണ് നമ്മൾ ഡൈല്യൂട്ടഡ് EPS കാണുന്നു എന്നെല്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് പ്രോഫിറ്റിന്റെ കാര്യത്തിൽ. പ്രോഫിറ്റിനെയാണല്ലോ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ പ്രോഫിറ്റിന്റെ കാര്യത്തിലും നമ്മളൊന്ന് അതിലും എന്തെങ്കിലും സത്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ബാലൻസ് ഷീറ്റ് അനാലിസിസ് എല്ലാം പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത് നോക്കണം. അതായത് കമ്പനിക്ക് വലിയ തുകകൾ ലോൺ ഉണ്ടെങ്കിലും ആ ലോൺ കൂടി ചേർത്തതായിരിക്കും ഈ നെറ്റ് പ്രോഫിറ്റിൽ കാണുന്നത്. അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സബ്സിഡിയറി കമ്പനി എല്ലാം ഉണ്ടെങ്കിൽ അവിടുത്തെ ഫണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഒരു ഘടകമാണ് ഇത് അനലൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ EPS-ൽ നമ്പർ ഓഫ് ഷെയർസിനെ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതും. അപ്പോൾ ഈ EPS-നെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് സാങ്കേതിക പദങ്ങളുണ്ട്, അതെല്ലാം വഴിയെ പല വീഡിയോകളിലായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ.